ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട UDF കൺവീനർ അടൂർ പ്രകാശ് നൽകിയ വിശദീകരണങ്ങളെ പരിഹസിച്ചുകൊണ്ട് തവനൂർ MLA KT ജലീൽ രംഗത്തെത്തിയത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. സമ്മാനപ്പൊതിയിൽ ഈന്തപ്പഴമായിരുന്നുവെന്ന വാദത്തെയാണ് ജലീൽ സോഷ്യൽ മീഡിയയിലൂടെ കടന്നാക്രമിച്ചത്. ബംഗളൂരുവിലെ കൂടിക്കാഴ്ചക്കിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് നൽകിയത് വെറുമൊരു ഈന്തപ്പഴ പൊതിയായിരുന്നുവെന്നാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വിശദീകരണം തീർത്തും അവിശ്വസനീയമാണെന്ന സൂചനയോടെയാണ് ജലീൽ തന്റെ പരിഹാസം തൊടുത്തുവിട്ടത്. അടൂർ പ്രകാശിന് പോറ്റി കൊടുത്ത സമ്മാനപ്പൊതിയിൽ ഈന്തപ്പഴമാണെങ്കിൽ ആ പൊതി ഒന്നുകൂടി പരിശോധിച്ചാൽ അതിൽ സംസം വെള്ളത്തിന്റെ കുപ്പി കൂടി കാണാൻ സാധ്യതയുണ്ടെന്നാണ് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മുൻപ് ഈന്തപ്പഴവും ഖുർആനും വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട ജലീലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പരോക്ഷമായി ഇതിലേക്ക് വലിച്ചിഴച്ചാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉംറ കഴിഞ്ഞ് മടങ്ങിയ ലീഗ് നേതാക്കളെ കണ്ടുവരുന്ന വഴിക്കാണോ UDF കൺവീനറെ കാണാൻ എത്തിയതെന്ന ചോദ്യവും ജലീൽ ഉയർത്തി. അവിടെ നിന്ന് കിട്ടിയ പുതിയ അബദ്ധത്തിൽ അടൂർ പ്രകാശിന് നൽകിയതാകുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസും ഈന്തപ്പഴവും തമ്മിലുള്ള ബന്ധം നേരത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞതാണ്. അടൂർ പ്രകാശിന്റെ ഈന്തപ്പഴ പരാമർശം രാഷ്ട്രീയ ശത്രുക്കൾക്ക് നല്ലൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചു. ബംഗളൂരുവിൽ താൻ എത്തിയതറിഞ്ഞ പോറ്റി തന്നെ കാണാൻ വരികയായിരുന്നുവെന്നും മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ കണ്ടതെന്നുമാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. എന്നാൽ ഒരു സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയുമായുള്ള ഈ ബന്ധം അത്ര നിഷ്കളങ്കമല്ലെന്നാണ് വിമർശകർ പറയുന്നത്. സമ്മാനപ്പൊതിയിൽ ഈന്തപ്പഴവും മറ്റ് ചില നിസ്സാര സാധനങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്ന് അടൂർ പ്രകാശ് ആവർത്തിക്കുന്നു. ആ പൊതി അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് അപ്പോൾ തന്നെ വിതരണം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. പോറ്റിയുടെ സഹോദരിയുടെയും മകളുടെ വിവാഹ ക്ഷണക്കത്തായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് ലഭിച്ച കാര്യവും അടൂർ പ്രകാശ് സ്ഥിരീകരിച്ചു. തന്നെ മണ്ഡലത്തിലെ MP എന്ന നിലയിലാണ് അദ്ദേഹം സഹായം തേടിയതെന്നും അല്ലാതെ മറ്റു ഗൂഢാലോചനകൾ ഇതിലില്ലെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട് സന്ദർശിച്ച കാര്യവും അടൂർ പ്രകാശ് സമ്മതിച്ചു. എന്നാൽ താൻ തനിച്ചല്ല പോയതെന്നും കൂടെ KPCC ജനറൽ സെക്രട്ടറി രമണി P നായർ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. രമണി P നായരുടെ വീടിന് തൊട്ടടുത്താണ് പോറ്റിയുടെ സഹോദരിയുടെ താമസമെന്നും അതുകൊണ്ടാണ് സന്ദർശനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ ജനങ്ങളുമായി പുലർത്തുന്ന സാധാരണ ബന്ധം മാത്രമാണിതെന്ന് അടൂർ പ്രകാശ് വാദിക്കുമ്പോഴും പ്രതിപക്ഷം ഇത് വിട്ടുകളയാൻ ഭാവമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വിശ്വാസികളുമായി ബന്ധപ്പെട്ട വൈകാരിക വിഷയമായതിനാൽ കോൺഗ്രസിന് ഈ വിവാദം വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. കേസിൽ പ്രതിയായ ഒരാളുമായി പാർട്ടി നേതാവ് പുലർത്തുന്ന അടുത്ത ബന്ധം വലിയ വീഴ്ചയായി CPIM ഉയർത്തിക്കാട്ടുന്നു. KT ജലീലിന്റെ ഇടപെടൽ ഈ വിഷയത്തിന് ഒരു മതപരമായ പരിഹാസത്തിന്റെ മാനം കൂടി നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളെയും ഈന്തപ്പഴം രാഷ്ട്രീയത്തെയും ഇതിലേക്ക് വലിച്ചിഴച്ചതിലൂടെ പഴയ കണക്കുകൾ തീർക്കാനുള്ള ശ്രമത്തിലാണ് ജലീൽ. അടൂർ പ്രകാശിന്റെ വിശദീകരണങ്ങൾ പരിഹാസ്യമാണെന്ന് ഇടത് സൈബർ ലോകം ആരോപിക്കുന്നു. കോടികളുടെ സ്വർണ്ണക്കൊള്ള നടത്തിയ കേസിൽ ആരോപണ വിധേയനായ ഒരാൾ എന്തിനാണ് വെറുമൊരു ഈന്തപ്പഴ പൊതിയുമായി MPയെ കാണാൻ ബംഗളൂരു വരെ പോയതെന്ന ചോദ്യം അവർ ആവർത്തിക്കുന്നു. അതേസമയം പോറ്റിയുടെ കുടുംബവുമായുള്ള സൗഹൃദം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് അടൂർ പ്രകാശിനെ പിന്തുണയ്ക്കുന്നവർ. വിവാഹത്തിന് ക്ഷണിക്കുന്നത് ഒരു കുറ്റമായി കാണാൻ കഴിയില്ലെന്നും അവർ വാദിക്കുന്നുണ്ട്. KT ജലീലിന്റെ പരിഹാസത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നു. മുൻപ് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത ജലീൽ ഇപ്പോൾ മറ്റുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് വിരോധാഭാസമാണെന്ന് UDF കേന്ദ്രങ്ങൾ പ്രതികരിച്ചു. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കേസായതിനാൽ BJPയും ഈ വിഷയത്തിൽ കരുതലോടെയാണ് നീങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ BJP സംസ്ഥാന നേതൃത്വം നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈന്തപ്പഴം എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ അടൂർ പ്രകാശ് സ്വയം ഒരു കെണിയിൽ അകപ്പെട്ടോ എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ ഈന്തപ്പഴം വലിയ ചർച്ചയായ പശ്ചാത്തലത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചത് ജലീലിന് നല്ലൊരു അവസരം നൽകി. വരും ദിവസങ്ങളിൽ ഈ തർക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. പോറ്റിയുടെ ഫോൺ രേഖകളും സന്ദർശന വിവരങ്ങളും കൂടുതൽ പുറത്തു വന്നാൽ അടൂർ പ്രകാശ് കൂടുതൽ പ്രതിരോധത്തിലാകാൻ സാധ്യതയുണ്ട്. അന്വേഷണ ഏജൻസികൾ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും ഇടത് പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. പ്രതിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് അവരുടെ നിലപാട്. കേരള രാഷ്ട്രീയത്തിൽ ഈന്തപ്പഴം വീണ്ടും ഒരു വിവാദ നായകനായി മാറുമ്പോൾ അത് ആരെയൊക്കെ പൊള്ളിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അടൂർ പ്രകാശിന്റെ ഈ വിശദീകരണം വരും തിരഞ്ഞെടുപ്പുകളിലും ചർച്ചാ വിഷയമാക്കാൻ തന്നെയാണ് CPIM തീരുമാനം.